ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പെട്ടെന്ന് ഞങ്ങളൊരു പ്ലാൻ ഇട്ടത് മൂകാംബികയ്ക്ക് പോയി തൊഴുതിട്ട് വന്നാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ തന്നെ പെട്ടി പാക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് തന്നെ യാത്ര തിരിച്ചു. നൈറ്റ് മാത്രമേ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാറുള്ളൂ. കാര്യം വാവ ഉണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റാറില്ല. സോ പകലത്തെ ഡ്രൈവിങ് അധികവും ചെയ്യുന്നത് വിഷ്ണു തന്നെയാണ്. ഹൈവേ കുറേ ഏരിയയൊക്കെ ക്ലിയർ ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഫ്രൈഡേ നൈറ്റ് തിരിച്ച് ഞങ്ങൾ സാറ്റർഡേ ഉച്ചയോളം ആയി മൂകാംബികയ്ക്ക് എത്തിയപ്പോഴേക്കും. പോകുന്ന വഴിക്ക് ഇപ്പോൾ കർണാടകയിലേക്കാണെന്ന് ഈ പിങ്ക് ബ്ലോസം ചെടി ഒത്തിരി സ്ഥലത്ത് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മൂകാംബികയുടെ ആർച്ചിന് മുന്നിൽ എത്തിക്കഴിഞ്ഞ് അവിടെ വണ്ടി കുറച്ച് നേരം പാർക്ക് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഈ ആർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ക്ഷേത്രമുണ്ട്. ഇവിടെ കയറിയിട്ട് വേണം മൂകാംബികയ്ക്ക് പോകാനെന്ന് പണ്ടൊരിക്കൽ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ പിന്നെ ഞങ്ങൾ അങ്ങനെയേ ചെയ്യാറുള്ളൂ. ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ ഇവിടുന്ന് പ്രസാദമായിട്ട് തരുന്നത് മണ്ണാണ്. സോ അവിടുന്ന് ഞങ്ങൾ നേരെ മൂകാംബികയ്ക്ക് പോയി. ഒട്ടും ലേറ്റ് ആവാതെ വേഗം റൂമിൽ പോയി ഫ്രഷായി അപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. കാര്യം വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഭാഗ്യത്തിന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ആരുമില്ലെന്ന് തന്നെ പറയാം, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നില്ല. നന്നായിട്ട് കുറേ നേരം തൊഴുതു. 3-4 പ്രാവശ്യം ഞങ്ങൾ കയറി തൊഴുതു. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. വാവ കുറേ നേരം സരസ്വതി മണ്ഡപത്തിലൊക്കെ അഴിഞ്ഞ് നടന്നു ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് വാവയ്ക്ക് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരം കേട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് സൺഡേ ഏർലി മോർണിംഗ് തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി വീണ്ടും ക്ഷേത്രത്തിൽ വന്നു. ഞങ്ങൾ എപ്പോൾ മൂകാംബിക പോയാലും ചെയ്യുന്ന ഒരു കാര്യമാണ് നെയ്വിളക്ക്. ഇവിടെ വന്ന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്. സോ ഇപ്രാവശ്യവും ഞങ്ങൾ നെയ്വിളക്കെല്ലാം കത്തിച്ചു. പക്ഷെ അകത്തേക്ക് കയറാൻ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ അകത്തേക്ക് കയറിയില്ല. മോർണിംഗ് ഒരു 7 ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ജിയോയുടെ പമ്പുകളാണ് കേട്ടോ. ഭയങ്കര നീറ്റായിട്ടുള്ള ടോയ്ലറ്റ്സും പിന്നെ ഈ പമ്പിനോട് ചേർന്ന് വൈൽഡ് ബീൻ്റെ ഒരു കഫേയും ഉണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. എപ്പോൾ മൂകാംബിക പോയാലും ഞങ്ങളുടെ അടുത്ത പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യുക. പിന്നെ മൂകാംബിക വ്രതം എടുത്ത് പോകുന്നുണ്ട് തന്നെ വ്രതം മുറിക്കാനായിട്ട് നേരെ പാരഗണി പോവുക. അവിടെ നിന്ന് ഇഷ്ടമുള്ള നോൺ വെജ് ഫുഡ് എല്ലാം കഴിക്കുക. വീണ്ടും ബീച്ചിൽ വന്ന് കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടിരുന്നിട്ട് ഒരു 7 o'clock കൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. വരുന്ന വഴിക്ക് ഉറക്കം വന്ന് ടയേർഡായിരുന്നുകൊണ്ട് തന്നെ ഒത്തിരി വട്ടം കോഫി ചായയൊക്കെ കുടിച്ചാണ് ഞങ്ങൾ വന്ന്. വാവ ഫുൾ ടൈം ഉറക്കമായിരുന്നെങ്കിലും ഓംലെറ്റിൻ്റെ മണം അടിച്ചപ്പോൾ ആൾ ആക്റ്റീവായി. പിന്നെ ഓംലെറ്റൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ ട്രാവൽ ചെയ്ത് ഏർലി മോർണിംഗ് ഒരു 4 o'clock ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.